നല്ല പടമാണ്, നല്ല സൂപ്പർ. വയലൻസ് ഭയങ്കര കൂടുതലാണല്ലോ, ഇങ്ങനെ കാണാനൊക്കെ ഇരുന്ന് പറ്റിയോ അതോ നൈസാണ്. എങ്ങനെയാണ് ഞെട്ടി തരിച്ച ആ ഒരു രീതിയാണോ? ഇപ്പോഴും ഇതായില്ല, വീട്ടിൽ പോയി ഛർദ്ദിച്ചിട്ട് ഫാമിലിക്കോ ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയതല്ലേ? ഓൾറെഡി ഇതൊരു 18+ ആണ്. അത് ഫാമിലിക്ക്, അതുകൊണ്ട് ദയവേത് വരങ്ങുന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നല്ല പടമാണ് കാണാൻ പോകുന്നത്. എങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചായിരുന്നോ? വയലൻസ് ഇച്ചിരി കൂടുതല. മലയാളത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. മലയാളത്തിലെ KGF എന്ന് വേണമെങ്കിൽ പറയാം. KGFില് മലയാളത്തിലെ റോക്കി ബായ്, അതാണ് ഉണ്ണി മൂന്ന്. എങ്ങനെയുണ്ട്? അടിപൊളി. ഭയങ്കര വയലൻസ് ആണല്ലോ, അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിട്ട് കാണാൻ വന്നതാണോ അതോ? അല്ല, ഞാൻ ഉണ്ണിമൂന്നിനെ ഇഷ്ടമാണ്, അങ്ങനെ കാണാൻ വന്നത്. അടിപൊളി. പലരും പറഞ്ഞു മാളികപ്പുറമൊക്കെ കണ്ടിട്ട് അയ്യപ്പാന്ന് വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. ആയിരിക്കും. അടിപൊളിയായിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു നിമിഷം? ഞാൻ കുറെ നേരം ഇങ്ങനെ ഇരുന്നു. ഇരുന്നു. ഫുൾ വയലൻസ് ആണ്, ഫുൾ ബ്ലഡ് ആണ് സിനിമയിൽ. എങ്ങനെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ പടം? ഞാൻ പൊതുവെ വയലൻസ് കാണാറില്ല. ഇവൻ ഇംഗ്ലീഷിലാണെങ്കിലും ഞാൻ വയലൻസ് സിനിമകളൊന്നും കാണാറില്ല. ഇല്ല, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം കാണാൻ വന്നത് ഇതാണ്. ഇല്ല, രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി മാസ്, ബോഡിയൊക്കെ കിടിലം കാണാൻ അടിപൊളി. പുള്ളിക്കാരൻ യെസ്, ഞാൻ ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്. അതെ, ശരി, താങ്ക് യു. എങ്ങനെയാണ് ഇവിടെ? എന്താണ് വേറെ പണിയില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വളരെ നന്നായിരുന്നു. മാളികപ്പുറമൊക്കെ കണ്ടിട്ട് പലരും അയ്യപ്പ. ഞാൻ ആക്ച്വലി ഇത് കണ്ടില്ലായിരുന്നു. അനിമൽ കില്ലിനെയൊക്കെ വെച്ച് നോക്കുമ്പോ എങ്ങനെ അതിന്റെ മേളാണോ? അല്ല, എല്ലാം വൃത്തിയായിട്ടുണ്ട്. ശരിയെന്നാ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വയലൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതന്നെ. വയലൻസ് കൂടുതലായതുകൊണ്ടല്ല, മൊത്തത്തിലൊരു പോയിന്റ് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ടായിരുന്നു. കട്ട വയലൻസ് എന്നാലും ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ ചില സീനൊന്നും കണ്ടടച്ച വെച്ചാ കണ്ടത്. ഇല്ല, അതെ, ഉണ്ണിയുടെ പെർഫോമൻസ് അടിപൊളി. റോക്കി ബായ് തന്നെയാണ്, പക്ഷെ ഇത്ര വയലൻസ് പാടില്ല. അത് ആ ഒരു റേഞ്ച് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. എന്താണ് ഉണ്ണിമൂന്നന്റെ ഫാൻസ് ആണ്? അങ്ങനെ കാണാൻ വന്നതാണോ അതോ വയലൻസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ? വെറുതെ വയലൻസ് ആണ്. സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കേണ്ട സിറ്റുവേഷൻ വല്ലതും വന്നോ? കണ്ണടച്ചിരിക്കുകയോ അങ്ങനെയൊക്കെ? കണ്ടുനോക്ക്, മനസ്സിലാത്രല്ല. ഭയങ്കര വയലന്റ് കേട്ടോ, ഭയങ്കര വയലന്റ് ആണ്. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ട ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, അതിനെക്കാട്ട് ഒരുപാടായി പോയി. അനിമൽ കില്ലൊക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അതിനും മേളിലാണ്. അതെ. ഓക്കെ, ഇങ്ങനെ കണ്ണ് നമുക്ക് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആയിപ്പോയിരുന്നു. ചെറുതായിട്ടൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഭയങ്കര വയലന്റ് ആയി പോയി. പക്ഷെ സിനിമ കൊള്ളാം, സ്ക്രിപ്റ്റ് കൊള്ളാം, പക്ഷെ വയലൻസ് നന്നായിട്ട് കൂടിപ്പോയി. ഭയങ്കര ബ്രൂട്ടലാണ് ബ്രോ, ഭയങ്കര വയലൻസ് ആണ്. എത്രത്തോളം വയലൻസ് പ്രതീക്ഷയായിരുന്നു? ഇല്ല, എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പ്രീവിയസ്ലി കില്ലിലാണ് ഇത്രയും, പക്ഷെ കില്ലിനേക്കാൾ ഒരു 10x ഉണ്ട്. ഭയങ്കര ബ്രൂട്ടലാണ്. ബ്രൂട്ടലാണ്, ഒരു 10x മോർ. താങ്ക് യു. മലയാളത്തിന്റെ ഒരു KGF എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ KGFന്റെ ഒരു മിക്സ് ഉണ്ട്. എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഭയങ്കര ബ്രൂട്ടലാണ്. ആണ്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ എന്റെ പൊന്നു ബ്രോ, കാരണം വേറെ ആരും പോകില്ല, വലിയ ആൾക്കാർ അത്ര പോകും, അല്ലെങ്കിൽ തീർന്നു ഫാമിലിക്ക് പോയാൽ അല്ല, കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ ഹൈപ്പ് കൊടുത്തു കൊള്ളാം, നല്ല സിനിമ. ഫൈറ്റ് കൊള്ളാം, ഫൈറ്റ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്, മേക്കിംഗ് ഒക്കെ നന്നായിട്ട്. കൊള്ളാം, നല്ല പടം. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ഇല്ല, അവസാന സീൻസ് ഒക്കെ നൈസായിരുന്നു. വയലൻസ് കൊറേ കണ്ടിരിക്കുക, എന്നാലും കൊറേയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതിനപ്പുറം കാണാൻ വഴിയില്ല. ബ്രോ, പടം അടിപൊളി, കൊള്ളാം. ഉണ്ണി മൂന്നന്റെ ആക്ടിങ്, പിന്നെ ഫുൾ വയലൻസ് ആണ് പടത്തിൽ. അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ വയലൻസ് ആണ്. പിന്നെ ജഗദീഷ് ഒരു റോൾ ചെയ്തിട്ടുണ്ട്, അത് നല്ല കിടിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൊള്ളാം. മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. സൂപ്പർ മേക്കിംഗ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചധികം വയലൻസ് ഉണ്ട്, പക്ഷെ എല്ലാം അഡൽട്ട് ഓഡിയൻസ് ആയിട്ട് കുറച്ചധികം മാറ്റേണ്ടി വന്നു. പക്ഷെ എന്നിരുന്നാലും മേക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഉണ്ണി മൂന്നിനൊക്കെ സൂപ്പർ ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വയലൻസ് ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, അത്രത്തോളം ഉണ്ടായിരുന്നു.